കൂടും കുടുക്കെടുത്ത് പിണറായി വിജയന് സ്ഥലം വിട്ടെന്ന് കേൾക്കുന്നല്ലോ. പിണറായി വിജയൻ ഒഴികെയുള്ള അപ്പോൾ മറ്റ് മന്ത്രിമാരെല്ലാവരും പ്രസവ സ്റ്റാഫിനെ കൂടെ നിർത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. യാത്രയപ്പാണ്, എല്ലായിടങ്ങളിലും യാത്രയപ്പ് ഫോട്ടോകളാണ് ഇപ്പം ധാരാളം വന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാത്രം നിലവിൽ ഫോട്ടോ എടുപ്പ് എന്നാലും വന്നിട്ടില്ല. ഈ എക്സിറ്റ് പോളിൽ താത്വികമായ അവലോകനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സിറ്റ് പോളിന് മുമ്പ് തന്നെ CPM മനസ്സിലായി രക്ഷയില്ല, ഭരണം പോയി എന്നുള്ള മനസ്സിലായി. പക്ഷെ പിണറായി വിജയൻ മാത്രം ഭരണം കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. കാരണം അദ്ദേഹത്തെ ഇൻ്റലിജൻസ്, സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ബ്യൂറോ വിഭാഗം അവർ നന്നായിട്ട് തേച്ചെന്നാണ് തോന്നുന്നത്. അവർ തെറ്റിദ്ധരിപ്പിച്ച ലക്ഷണമാണ്. കാരണം P. വിജയൻ ആണല്ലോ ഇപ്പോഴത്തെ മേധാവി. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റലിജൻസുകാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ശരിയാവാനുള്ള സാധ്യതയില്ല. ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയന് കടുത്ത ആത്മവിശ്വാസമാണ്. അതെ, വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും എല്ലാം അങ്ങനെയാണ് പറയുന്നതാണ്. പക്ഷേ LDF-ലെ ഘടകകക്ഷി നേതാക്കൾക്കും LDF-ലെ CPM-ലെ മുതിർന്ന കണ്ണൂർ ലോബിയിൽപ്പെട്ട നേതാക്കൾക്കും ഭരണം പോയി എന്നുള്ള തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ അവരതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നില്ല. MV ഗോവിന്ദൻ എന്തെങ്കിലും പറഞ്ഞെങ്കിലേ പറ്റൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് പിന്നെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണല്ലോ അഭിപ്രായം പറയേണ്ടത്. പിന്നെ അതിന് താത്വിക ഭാഷയിൽ പറയുന്നതുകൊണ്ട് ആർക്കൊന്നും മനസ്സിലാവില്ല. മുമ്പ് എങ്ങും ഇല്ലാത്ത വിധത്തിൽ സാധാരണ ഒരു കാവൽ മന്ത്രിസഭ എന്ന് പറയുമ്പോൾ അധികാരം ഒഴിയുന്നത് വരെ ലൈവ് ആയിരിക്കും. ഇത് ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ മന്ത്രിസഭ ലൈവ് അല്ല. ആ എലക്ഷൻ്റെ തിരക്കാണെന്ന് നമുക്ക് വിചാരിക്കാം. വോട്ടെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തോളം ആകുന്നു. ഈ 1 മാസത്തെ കാലം ഈ ഒരു മന്ത്രിമാരും ലൈവ് അല്ല. മാത്രമല്ല എല്ലാ പേഴ്സണൽ സെക്രട്ടറിമാരും കൂടും കുടുക്കെടുത്ത് നേരത്തെ തന്നെ അവർ പോയി. പല മന്ത്രി സെക്രട്ടറി വരാറ് പോലും ഇല്ലെന്നാണ് പറയുന്നത്. എല്ലാവരും വരുന്നില്ല. മാത്രം വരുമായിരുന്നു വലിയ ദിവസങ്ങളിലൊക്കെ. അതുപോലെ P. ശശി അടക്കമുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാലിയാക്കി സ്ഥലം വിട്ടു. നേരത്തെ രാജിവെച്ചു. ഇലക്ഷൻ മുമ്പ് രാജിവെച്ചു. അത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. പക്ഷേ അവരെല്ലാം പോയി കഴിഞ്ഞു. അപ്പോഴും പിണറായി വിജയൻ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എക്സിറ്റ് പോളുകൾ 10 എണ്ണം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഉള്ള പ്രതീക്ഷ മാറിയിരിക്കും. അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിശകലനം ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ടുഡേയ്സ് ചാണക്യയുടെയും പിന്നെ നമ്മുടേത് മറുനാടൻ മലയാളിയുടേതുമായിട്ടുള്ള എക്സിറ്റ് പോളുകൾ വന്നു. ഇതിനകത്ത് എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിച്ചിരിക്കുന്ന UDF-ന് പ്രവചിച്ചിരിക്കുന്നത് മറുനാടൻ മലയാളിയാണ്. 99 സീറ്റ് വരെയാണ് നമ്മളുടെ പ്രവചനം. നമ്മളത് കൃത്യമായി വിലയിരുത്തിയാണ് മറ്റ് എക്സിറ്റ് പോളുകൾ അവലോകനം ചെയ്തും നമ്മൾ നേരിട്ട് നടത്തിയതും അതെല്ലാം കൂടി എടുത്ത് ഒരു നമ്മളത് കൃത്യമായിട്ട് പരിശോധിച്ചു. നല്ല വിശകലനം നടത്താനാണ് നമ്മൾ ആ സർവേ ഫലം. വോട്ടർമാരുടെ ഒരു ട്രെൻഡ്, അവരുടെ മനസ്സിലിരിപ്പ് എന്താകാൻ സാധ്യതയുണ്ട്, ഒരു പിന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നവരുടെ ഉള്ളിലുള്ള ഒരു ചേതോവികാരം എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയാണ് അത് ചെയ്തിരിക്കുന്നത്. 99 സീറ്റ് എന്നുള്ളത് അത് 85-ന് മുകളിൽ പോകും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ടുഡേയ്സ് ചാണക്യയുടെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഇടത് സൈബർ ഹാൻഡിലുകളും ഈ പറയുന്ന റിപ്പോർട്ടർ TV അടക്കമുള്ള ചാനലുകളും ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുക. അതെ, ഞങ്ങൾ ഈ മറ്റതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഇതാണ് കറക്റ്റ്. പക്ഷേ അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അവർ പ്ലസ് ഓർ മൈനസ് ഇട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 8 സീറ്റ് മുന്നോട്ടാകാം, 8 സീറ്റ് പുറകോട്ടാകാം, ഇത്ര ശതമാനം മുന്നോട്ടാകാം, ഇത്ര ശതമാനം പിന്നോട്ട്. അതല്ല, അവർ സേഫ് സോണിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ആ സർവേ യാതൊരു വിശ്വാസ്യതയുമില്ല. അത് മാത്രമല്ല, ആ സർവേയിലും UDF തന്നെയാണ് മുന്നിൽ. ഇവരുന്ന ഈ ഫിഗേഴ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ല, മാത്രമല്ലെന്നേ, നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം സർവേ ഫലം പുറത്തു വരുമ്പോൾ അവരെ ക്രെഡിബിലിറ്റി അവർ നോക്കണ്ടേ. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. നാളെ അവർ പറഞ്ഞ മുഴുവൻ പൊട്ടത്തനായാലേ. പണ്ട് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞില്ല, പണ്ട് കലാകുമുദി 89 ഇലക്ഷൻ കാലത്തോ മറ്റോ പാർലമെന്റ് ഇലക്ഷനോ മറ്റോ ആണ് ഒരു കവർ സ്റ്റോറി കൊടുത്തിരുന്നത്. ഇവർ നാളെ ഈ രാജ്യം നയിക്കേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട CPM-ന്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ അവർ ജീവേർത്തറൊക്കെ വെച്ച് ഗംഭീരമായി കൊടുത്തിരുന്നു. അവരത്രയും പേരും തോറ്റു. ഇവരെല്ലാവരും തോറ്റു. ഈ പടം മുഖചിത്രം കൊടുത്തവർ മുഴുവൻ തോറ്റു. പിണറായി വിജയൻ തൻ്റെ അടുത്ത വൃത്തങ്ങളോടൊക്കെ പറഞ്ഞത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തണം എന്ന് ഓൾറെഡി അദ്ദേഹം ക്ഷണിച്ചു കഴിഞ്ഞു. പന്തല് കെട്ടാൻ മാത്രമല്ല, പന്തല് കെട്ടാൻ പറഞ്ഞത് സത്യമാണ്. പന്തല് കെട്ടാൻ പറഞ്ഞു എന്നുള്ളത് നമ്മളൊരു മാധ്യമപ്രവർത്തകന്റെ സൃഷ്ടിയായിട്ടാണ് ഇവിടെ പലരും വിലയിരുത്തിയത്. എന്നാൽ സത്യം അതല്ല. ആ മാധ്യമപ്രവർത്തകന്റെ അബദ്ധം പറ്റിയത് 5-ാം തീയതി പന്തലിടാൻ പറഞ്ഞു. 5-ാം തീയതി പന്തലിടാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്താണെന്നറിയാമോ?
5-ാം തീയതി പന്തലിന്റെ പണി തുടങ്ങിയാലേ 8-ാം തീയതിയിലേക്ക് തീരത്തുള്ളൂ. പറയാൻ പറ്റുള്ളൂ, കാരണം ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കണമല്ലോ. ആ പന്തലിടാൻ പറഞ്ഞത് 100% സത്യമാണ്, സത്യസന്ധമായ വാർത്തയാണ്. ആ വാർത്തയെ പലരും അപഹസിച്ചു, പക്ഷേ അങ്ങനെയല്ല. ആ വാർത്ത വളരെ കൃത്യമാണ്. അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയനെ കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനമാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം. അങ്ങോട്ട് എടുത്ത പണിക്ക് തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ. എപ്പോഴും ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ, ഈ അവസാന നിമിഷം അവരങ്ങനെയൊക്കെ ചെയ്യും പലപ്പോഴും. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അശോകിനെ പോലെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവർ അതിരൂക്ഷമായ വിമർശനമായി രംഗത്ത് വന്നിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അവർ ഉറപ്പിച്ചു കഴിഞ്ഞു പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി കസേരയിൽ കേരളത്തിൽ ഉണ്ടാവില്ല, ഇനി വരില്ല എന്നുള്ളത് 100% ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവാകാൻ പോലും അദ്ദേഹത്തെ കിട്ടില്ല, അദ്ദേഹം സ്ഥലം വിടും. അതൊന്നും ആവില്ല പിണറായി വിജയൻ. അദ്ദേഹം കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് തന്നെ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ എല്ലാവരോടും നന്ദി പറഞ്ഞ് ആണ് പോയിരിക്കുന്നത്. അപ്പം നന്ദി പറഞ്ഞു, അദ്ദേഹം കൂടും കുടുക്കി എടുത്ത് സ്ഥലം വിട്ടു എന്ന് പറഞ്ഞ് ഇന്നലെ ഏതോ ചാനലിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ രസകരമായ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റ്, ചേട്ടാ ഇയാൾ ഇതുവരെ പോയില്ലേ, ഇതുവരെ പോയില്ല. അപ്പം നന്ദി പ്രകടനമുണ്ട്. നന്ദി ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാൽ മതി. നന്ദി ഒന്നും വേണ്ട, നന്ദിയൊന്നും പറയാൻ നിൽക്കണ്ട, ഒന്ന് പോയി തന്നാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ. അതെ, പിണറായി വിജയൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിന് സ്വന്തം വീടില്ല എന്നാണ് നമ്മുടെ അറിഞ്ഞൂടെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ CPM ഫ്ലാറ്റ് ഉണ്ട്, MLA അവർക്ക് ഈ CPM സമന്വയ നേതാക്കൾ താമസിക്കൊണ്ട് വലിയ ആഡംബര ഫ്ലാറ്റ് തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ അദ്ദേഹം കണ്ണൂരേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയിക്കുമ്പോൾ സ്ഥാനാർത്ഥി നേരിട്ട് ഇത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു പതിവുണ്ട്. ആ പതിവ് കയ്യിൽ ഒപ്പിട്ട് വാങ്ങിക്കണം, ഭരണാധികാരിയിൽ നിന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണം. ധർമ്മടത്ത് അദ്ദേഹം ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അതുപോലൊരു അണ്ടർ കറന്റ്, ഒരു അടിയൊഴുക്കുണ്ടെങ്കിൽ മാത്രം പിണറായി വിജയൻ തോറ്റുപോയേക്കാം എന്നുള്ളൂ. അത് അസാധ്യമാണ്, നടക്കില്ല കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ. അപ്പോൾ എന്താണെങ്കിലും പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അത് തോൽവിക്ക് സമാനമാണ്. പിണറായി വിജയന്റേതും അതുപോലെ തളിപ്പറമ്പിലേക്ക് തന്നെ ഭൂരിപക്ഷം കുറഞ്ഞാൽ തളിപ്പറമ്പിൽ വിമതർ ജയിക്കണമെന്നില്ല. ആ തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ പിന്നെ എം വി ഗോവിന്ദന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കൂടുതൽ, അതിനേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞാൽ തോറ്റേന് സമമായിട്ടാണ് വരുന്നത്. എന്താണെങ്കിലും ഒരു വലിയ ബാധ ഒഴിയുന്നതിൻ്റെ ആഘോഷത്തിലും സന്തോഷത്തിലുമാണ് ഈ നാട്ടിലെ ജനങ്ങൾ. 2 ദിവസം കൊണ്ട് കാലാവസ്ഥയും വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ചൂട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം മഴ പെയ്യാൻ തുടങ്ങിയത് എന്നാണ് എല്ലാവരും പറയുന്നത്. കനത്ത മഴ പെയ്യാൻ തുടങ്ങിയത്. ചെറിയൊരു ആശ്വാസം, വലിയ ആശ്വാസം അല്ലെങ്കിലും ചെറിയ ആശ്വാസം. അതിനു മുമ്പ് ബാധ ഒഴിഞ്ഞു പോകുന്നതിന്റെ ഒരു ലക്ഷണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പാമ്പ് കടി, ചൂട്, പിന്നെ എന്താണ് അപകടങ്ങൾ സംഭവിച്ചു. എല്ലാം ഈ അതൊഴിഞ്ഞങ്ങ് പോകുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം നമുക്ക്.